ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇത്രയും വലിയ തിരിച്ചടി കിട്ടുമെന്ന് പാകിസ്ഥാൻ കരുതിയില്ല എന്നാണ് പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. 46,000 കോടി രൂപ ചെലവിൽ ചെനാബിൽ നിർമ്മിച്ച ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മു കാശ്മീരിൽ ഭീകരത പടർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ്. പഹൽഗാമിൽ നിരപരാധികളെ കൊന്നത് കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുകയായിരുന്നു മറ്റൊരു ലക്ഷ്യം. മാനവരാശിക്കും കാശ്മീരിനും നേരെയുള്ള ആക്രമണമാണ് പഹൽഗാമിൽ ഉണ്ടായത്. സമാധാനത്തിനും വിനോദസഞ്ചാരത്തിനും പാവങ്ങളുടെ ജീവിതോപാധികൾക്കും എതിരെയാണ് പാകിസ്ഥാൻ എന്ന് തെളിയിച്ചു കഴിഞ്ഞു. മെയ് 6 പാകിസ്ഥാൻ ഭീകരർക്ക് മേൽ ഇന്ത്യ ആഞ്ഞടിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോഴെല്ലാം തന്നെ അവർക്കുണ്ടായ നാശവും തോൽവിയും മാത്രമാകും പാകിസ്ഥാന്റെ ഓർമ്മയിലേക്ക് വരികയെന്നും മോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായും അദ്ദേഹം പറഞ്ഞിരുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണം പാകിസ്ഥാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ വികസനം തടസ്സപ്പെടുത്തുവാൻ ആരെയും അനുവദിക്കില്ല. പാകിസ്ഥാന് ഇന്ത്യ മറുപടി കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഇനി ഞെട്ടിവിറക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാക് ഭീകരരുടെ താവളങ്ങൾ 22 മിനിറ്റുകൾ കൊണ്ട് തകർത്തിരുന്നു. എന്നാൽ ഭീരുക്കളായ പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിച്ചു. ക്ഷേത്രവും മസ്ജിദും ഗുരുദ്വാരകളും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു ആക്രമണം പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷെല്ലാക്രമണത്തിൽ വീടുകൾ ഭാഗികമായി തകർന്നവർക്ക് 1 ലക്ഷം രൂപ കൂടി നൽകും. പൂർണ്ണമായും തകർന്നവർക്ക് 2 ലക്ഷം കൂടി നൽകും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനങ്ങളെ ലോകം അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. കാശ്മീരിലെ ജനങ്ങൾക്ക് ഉപജീവന മാർഗമായ ടൂറിസത്തെയാണ് അവർ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇന്ത്യ ഇത്രയും ശക്തമായ തിരിച്ചടി നടത്തുമെന്ന് പാകിസ്ഥാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അവശിഷ്ടങ്ങളായി മാറി. അതിനുശേഷം പാകിസ്ഥാൻ കാശ്മീരിലെ വീടുകൾക്കും കുട്ടികൾക്കും ആശുപത്രികൾക്കും ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും നേരെ ആക്രമണം നടത്തിയെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. അതേസമയം പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്ററി പ്രതിനിധി സംഘം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച 25 മിനിറ്റോളമാണ് നീണ്ടുനിന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നിയന്ത്രിത നടപടിയോട് പൂർണ്ണ പിന്തുണയും ആദരവും JD വാൻസ് പ്രകടിപ്പിച്ചതായി പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ഡോക്ടർ ശശി തരൂർ MP പറഞ്ഞിരുന്നതാണ്. JD വാൻസുമായി നടന്നത് ഏറ്റവും മികച്ച കൂടിക്കാഴ്ചയായിരുന്നു. ഏപ്രിലിൽ കുടുംബത്തോടൊപ്പം ഇന്ത്യ സന്ദർശിച്ചതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പഹൽഗാമിൽ നടന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ നിയന്ത്രിത നടപടിക്ക് അദ്ദേഹം പൂർണ്ണ പിന്തുണയും ആദരവും അറിയിച്ചു. ഇന്ത്യക്ക് അത്തരമൊരു മറുപടി നൽകാൻ എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. AI ഉൾപ്പെടെ ഭാവിയിൽ സഹകരണത്തിന് സാധിക്കുന്ന മേഖലകളിൽ അദ്ദേഹത്തിൽ നിന്ന് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായത്. ശശി തരൂർ വ്യക്തമാക്കിയ കാര്യമാണിത്. ഭീകരവാദത്തെ ചെറുക്കുന്നതിനുള്ള സഹകരണം ഉൾപ്പെടെ ഇന്ത്യ അമേരിക്ക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ JD വാൻസുമായി സംസാരിച്ചുവെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഗയാന, പനാമ, കൊളംബിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രതിനിധി സംഘം വാഷിംഗ്ടണിൽ എത്തിയത്. സർഫറാസ് അഹമ്മദ്, ഗാന്ധി ഹരീഷ് മധൂർ ബാലയോഗി, ശശാങ്ക് മണി ത്രിപാഠി, ഭുവനേശ്വർ കലിത, മലിന്ദ് തേജസ്വി സൂര്യ, അമേരിക്കയിലെ മുൻ ഇന്ത്യൻ സ്ഥാനപതി തരൺജിത് സിംഗ് സന്ധു എന്നിവരാണ് ശശി തരൂരിനോടൊപ്പം പ്രതിനിധി സംഘത്തിലുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന്റെ അവകാശവാദം ട്രംപ് തെറ്റായി ഉന്നയിച്ചതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രീണിപ്പിക്കാൻ പാകിസ്ഥാൻ നേതാക്കൾ പൂർണ്ണ തോതിലുള്ള നീക്കം ആരംഭിച്ചതായാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇസ്ലാമാബാദിലെ അമേരിക്കൻ എംബസിയിൽ ഇതു സംബന്ധിച്ച് ചില രേഖകൾ സമർപ്പിച്ചതായാണ് വിവരം. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരി അമേരിക്കൻ DC-യിലും ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ട്രംപിനോടുള്ള അഭ്യർത്ഥനകൾക്ക് പുറമെ പഹൽഗാം ആക്രമണത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രചാരണവും പാകിസ്ഥാൻ നേതാക്കൾ തുടരുകയാണ്. അമേരിക്കൻ എംബസി പരിപാടിയിൽ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ആക്രമണം ഇന്ത്യയുടെ തെറ്റായ പ്രചാരണമായിരുന്നു എന്നാണ്. ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് മറുപടിയായി മെയ് 6 രാത്രി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു. പാകിസ്ഥാൻ, പാക് അധിനിവേശ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞു. പാകിസ്ഥാനിലെ 1 ഡസനിലധികം വ്യോമതാവളങ്ങൾ,
റഡാർ സൈറ്റുകൾ, വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. 4 ദിവസത്തെ തിരിച്ചടിക്ക് ശേഷം